ആരംഭിച്ച് ഇവിടെയുള്ള ചെറുപ്പക്കാരെല്ലാം വന്ന് ആ ദർസിൽ കൂടി എന്താണ് ഇൽമു പഠിച്ച് അത് ഉയരണം, നമ്മളെ നാട് ഇൽമു കൊണ്ട് ഉയരണം എന്നുള്ള ഒരൊറ്റ ചിന്ത നിങ്ങളെ വക്കിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ എന്താവും അല്ലാഹു അന്നേലക്കുള്ളൊരു സഹായം ഇവിടെ കിടക്കുന്ന ഔലിയാക്കന്മാരൊരു നോട്ടും അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പ്രത്യേകം ഇപ്പം എന്താണ് കുറേ ഇപ്പം ഉള്ളാളത്തെല്ലാം കണ്ടില്ലേ, ഉള്ളാളെല്ലാം പോയി എല്ലാം ബാപ്പം മരിക്കലോടുകൂടി എല്ലാം അസ്തമിച്ച് അവർക്ക് തോന്നിയ പോലെ ഇപ്പം ദർസില്ലാന്ന് ഞാൻ കേട്ടത്. നമ്മളുമായിട്ട് യാതൊരു ഇതുമില്ല, നിങ്ങൾക്ക് അറിയാം, ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. അതെല്ലാം എന്താണ് ആ നിലക്കുള്ള എന്താണ് ഇബിലീസിന്റെ ഏർപ്പാട് എടുത്തുകൊണ്ട് തന്നെ ആ നിലക്ക് നീക്കൊണ്ടിരിക്കുകയാണ്. ഇബിലീസ് കാണിക്കുന്ന വഴിയിലേക്കാണ് ഇപ്പൊ പോകുന്നത്. ആ വഴി നമുക്ക് ശരിയാവില്ല, നമുക്കൊട്ടും ശരിയാവില്ല. അതുകൊണ്ട് എന്താണ് അവിടെ കണ്ടത് എനിക്ക് അറിയില്ല. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഞാൻ ഇബ്രാഹിം ഹാജിയുള്ള സമയത്ത് ഞാൻ പറഞ്ഞു, ഇബ്രാഹിം ഹാജി ആചാരെ നിങ്ങൾ ഈ ഉള്ളാളം ബാപ്പ മെഡിക്കലോടുകൂടി ഉള്ളാളത്തിന്റെ നില മാറും. അതെന്തി അങ്ങനെ, അത് അന്നേരം അറിയാമെന്ന്. അപ്പോൾ അതറിഞ്ഞു. ഞാൻ പെട്ടുന്നേ ഉള്ളൂ, അയൽക്കൂട്ടത്തിൽ ഞാനും പെട്ടുപോകാം, അതിൽ ഞാനും പെട്ടുന്നേ ഉള്ളൂ. അതിൻ്റെ മുഴുവൻ സലഫികൾ കയറി, മുജാഹിദുകൾ കയറി, പലതും ആണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ എന്താണ് പിന്നെ സനദിലാണ് നടന്നു. കാളിന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, നമുക്ക് കാളിന്ന് പറയാൻ തന്നെ ഞാൻ ഭയപ്പെടുക. നിങ്ങളെല്ലാവരും കാളിപ്പാക്കിയില്ല, എനിക്ക് പറയാൻ തന്നെ മനസ്സിലാവും. കാരണം കാളി 2 അക്ഷരമാണെങ്കിലും കാര്യം ഗൗരവമുള്ളതാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എന്നോട് റബ്ബ് ചോദിക്കപ്പെടാം. ആ കാരണം കൊണ്ട് ഞാൻ നരകത്തിൽ കിടക്കും. അപ്പൊ എന്താ അവിടെയുള്ള ഒരൊറ്റ ഒരു കാര്യം നടത്തുമ്പോൾ എന്നോട് അവർ ചോദിച്ചിട്ടില്ല, ഇന്നുവരെ ചോദിച്ചിട്ടില്ല. എല്ലാ വാട്ടർ സപ്ലൈയിൽ നിങ്ങൾ ചിലപ്പം കാണാൻ നോക്കിയാൽ കാണാം, താങ്കളെ ഞങ്ങൾ അടിച്ചു ഓടിച്ചു, താങ്കൾ അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു, എന്നാൽ അങ്ങനെ ഒരു സംഭവമേ നടന്നില്ല. ഇത് മുനാഫിക്കുകളെ കയറി കൂടിയതേ. മുനാഫിക്കുകൾ കയറിക്കൂടിയ കാലത്തോളം അത് അങ്ങനെ ഉണ്ടാവും. വാട്ടർ സപ്ലൈ എല്ലാ സപ്ലൈ അങ്ങ് വരും. അത് എന്താ വരുന്നത് എനിക്ക് പറയാൻ കഴിയില്ല. അത് ചിലപ്പോൾ നിങ്ങളെ നിരപരാധികളാൽ നിങ്ങൾ വിശ്വസിച്ചോ തങ്ങൾ പോയപ്പോൾ തങ്ങൾ തച്ചു ഓടിച്ചത്. എനിക്കിപ്പോൾ ഇതിങ്ങനെ മൈക്കൽറ്റി പറയുന്ന പണിയാണ്, എനിക്ക് മൈക്കൽറ്റി പറയുന്ന പണിയാണ്. അതൊന്നും ഞമ്മക്കില്ല. നമ്മളടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്നത് ഇല്ല. പിന്നെ അവർ പറഞ്ഞു പറ്റിയതാ, തങ്ങൾക്ക് പോയിരുന്നു, തങ്ങൾ ജോറാക്കി ഞങ്ങൾ വിട്ടത്. അങ്ങനെ ഒരു കമ്പനിയാണ് വന്നിട്ട് എല്ലാം വാട്ടർ സപ്ലൈ കാണാം. പക്ഷെ ഞാൻ അതിലൊന്നും ഞാൻ ഇന്ന് വരെ പ്രതീക്ഷിച്ച് എവിടെ ഇത് എത്തും ഞാൻ നോക്കട്ടെ. എത്ര എവിടെ ഒരു അവസാനം ഉണ്ടാവുമല്ലോ. പരിധിന്റെ പുറത്തങ്ങ് പോയാൽ പിന്നെ അത് പോയതേ. പരിധിന്റെ ഉള്ളിലെല്ലാം പോകാം. പരിധിന്റെ പുറത്ത് ഒരു വായ വളർക്കുമ്പോൾ ആ അമിതമായി പറയുന്നത് അതിൻ്റെ അപ്പുറം പോലെ ഔട്ടാവും. ഒരു ചെവി ഒരു സമയം ഒരു ഇങ്ങനെ തിരിക്കാനില്ല, അപ്പുറം തിരിച്ചാലോ അതങ്ങ് പോകും എന്ന് പറഞ്ഞ പോലെയാ. അപ്പം പരിധിന്റെ പുറത്തങ്ങ് പോയാൽ അത് അങ്ങനെ തന്നെ ഉണ്ടാവും തീറ്റിയും. അപ്പൊ അതുകൊണ്ട് എന്താ ഞങ്ങൾ പ്രത്യേകം പറയുന്നു, അന്ന് ആ ഇൽമുള്ള സമയത്ത് ആ നിലക്കായിരുന്നു. ഇപ്പം അതെല്ലാം എന്താണ് കമ്മിറ്റി തന്നെ അത് കെടുത്തി. ഇപ്പം ഇനി റംസാന്റെ ശേഷം കോളേജ് ഇല്ലാന്ന് ഞാൻ കേട്ടത്. ഇതുവരെ ഞാൻ അറിയില്ല സംഭവങ്ങൾ, പറയുന്നു കേട്ടു, അത്രേ അറിയില്ല. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഉള്ള ഇൽമു വരെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് കമ്മിറ്റി കയറിയാലുള്ളത്. ആ ഇൽമു നിലനിർത്താൻ അവിടെ നല്ലത് കൊണ്ടുവരണം എന്നുള്ള ചിന്തയല്ല, അവരുടെ പൈസ തീർക്കണം, ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പം ഇവിടെയുള്ള വരുമാനം ഇങ്ങനെ വരുമ്പോൾ ഈ കിടക്കുന്ന മഹാനുകൾ നാം ആശ്രയിച്ച് ചോദിക്കും, ഞാനിവിടെ നിങ്ങൾ കുറേ ഉറൂസുകൾ നടത്തിയല്ലോ, എന്താക്കിയ പൈസയെന്ന് അവിടെ ചോദിക്കപ്പെടും. അപ്പോഴാണ് എല്ലാം കൊടുക്കുക. അപ്പോഴാണ് എല്ലാവരും അവിടെ വെച്ച് എന്താണ് മറുപടി പറയേണ്ടത്. എന്തായി ഞാൻ ഇവിടെ കുറേ വരുമാനങ്ങൾ ഇവിടെ തന്നല്ലോ, എന്ത് ചെയ്തു എന്ന് ചോദ്യം അവിടെ ഉണ്ട്. അപ്പോഴാണ് നമ്മളെല്ലാം എന്താ പരാജയം ഉണ്ടാവുക. അള്ളാഹു അതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാളുടെ ഇവിടെയുള്ള വരുമാനം വരലോടുകൂടി നല്ല വഴിക്ക് ദർസിനും അതുപോലത്തെ മദ്രസകൾക്കും അഹ്ലുസുന്നത്ത്